ഇപ്പോൾ RSS ബന്ധം CPMുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു, പല ഘട്ടങ്ങളിലും ഒരുമിച്ച് പ്രവർത്തിച്ചു എന്നൊക്കെയുള്ള വിവാദങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സുന്ദരയ്യയുടെ ഒരു കത്തിൻ്റെ കാര്യം വരുന്നത്. രാജിക്കത്താണ്. ആ രാജിക്കത്തിൽ RSSന്റെ ബന്ധത്തെ എങ്ങനെയാണ് വിശദീകരിച്ചിരിക്കുന്നത്? ഈ ഗോവിന്ദൻ പറഞ്ഞത് RSSുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, സത്യം എന്തിനാണ് മറച്ചു വെക്കുന്നത് എന്നും കൂടി ആ അഭിമുഖത്തിൽ ചോദിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞിരുന്നു, പാലക്കാട് ശിവദാസ മേനോൻ മത്സരിക്കുമ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം LK അദ്വാനി പ്രചാരണത്തിന് വന്നു. അവിടെ മറ്റേ ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നില്ല, ജനതാ പാർട്ടിയുടെ ചേർന്നിരുന്നല്ലോ. അതുപോലെ ഉദുമയിൽ KG മാരാർ മത്സരിക്കുന്നു, CPM സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. അപ്പോൾ ഉദാഹരണങ്ങളും കൂടി വെളിവാക്കി. അപ്പോൾ പിണറായി വിജയൻ പിന്നെ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ള അവസ്ഥയിൽ ഉദാഹരണ സഹിതം അല്ലേ, അതെ, മറ്റേ പല പെർഫോമിംഗ് ആർട്സ് ഇല്ലേ പലതും, ഈ ഡെമോൺസ്ട്രേഷൻ സംസാരിച്ചിട്ട് ഭരതനാട്യമൊക്കെ കളിക്കില്ലേ, അതിങ്ങനെയാണെന്ന് വിശദീകരിച്ചിട്ട് അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു ഗോവിന്ദൻ്റെത്. വിശദീകരിക്കുകയും ചെയ്തു. അപ്പോൾ സുന്ദരയ്യയുടെ രാജി മൈ റെസിഗ്നേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമായിട്ട് വന്നിട്ടുണ്ട്. 1990 പുസ്തകമായി. ഡൽഹിയിലെ ഇന്ത്യ പബ്ലിഷേഴ്സ്, അതങ്ങനെ വളരെ അറിയപ്പെടുന്ന ഒരു പബ്ലിഷേഴ്സ് അല്ല, ഇതൊക്കെ അച്ചടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. അതിൻ്റെ ആമുഖത്തിൽ ആ പ്രസാധകൻ പറയുന്നുണ്ട്, ഈ രാജിക്കത്ത് സുന്ദരയ്യയുടെ ഇംഗ്ലീഷിലുള്ളത് അത് കേരളത്തിൽ നിന്നാണ് കിട്ടിയത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ സഖാക്കൾ. അപ്പോൾ 1975 ഒക്ടോബറിലാണ് സുന്ദരയ്യ രാജിവെച്ചത്. സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ രാജിവെക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല, അത് കോൺഗ്രസ്സിലൊക്കെയാണുള്ളത്. ഇത് രാജിവെച്ചാലും പാർട്ടി എന്ത് ചെയ്യും, പുറത്താക്കും. പിന്നെ സുന്ദരയ്യ ആയതുകൊണ്ടും അടിയന്തരാവസ്ഥ ആയതുകൊണ്ടും പുറത്താക്കുമ്പോൾ പെണ്ണ് കേസോ പണക്കേസോ എന്തെങ്കിലും സമൂഹത്തിൽ നാറ്റിക്കാവുന്ന വിധത്തിലേ ഇവർ പാർട്ടിയെ നാറ്റിക്കരുതല്ലോ. ഇങ്ങനെ പറഞ്ഞ് പിന്നെ മിണ്ടാൻ പറ്റാതെ ആക്കിയിട്ടൊക്കെയാണ്. നല്ല പാർട്ടിയാണ്. അപ്പോൾ സുന്ദരയ്യ 1975 ഒക്ടോബറിൽ രാജിവെക്കുമ്പോൾ അടിയന്തരാവസ്ഥ ആയതുകൊണ്ട് ഇതറിഞ്ഞില്ല. ഈ രാജിക്കത്ത് കീഴ്ഘടകങ്ങൾക്കൊന്നും വിതരണം ചെയ്തില്ല. സുന്ദരയ്യയുടെ ആത്മകഥയുണ്ട്. ആ ആത്മകഥയിൽ അദ്ദേഹം രാജിവെച്ച സാഹചര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. മലയാളത്തിലും ഉണ്ട് അത്, സുന്ദരയ്യയുടെ ആത്മകഥ. അത് ചിന്താ പബ്ലിഷേഴ്സ് തന്നെ ഇറക്കിയെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ അതിൽ രാജിവെച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രാജിക്കത്ത് എന്ന് പറയുന്നത് അതിൻ്റെ അകത്തില്ല. അത് വേറൊരു സംഗതിയാണ്, വേറൊരു പുസ്തകമായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ട് CPM കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ, പിന്നെ പാർലമെൻറ്റിൽ CPM നേതാവായിരുന്ന ജ്യോതിർമയ് ബാസു, ഇങ്ങനെ കുറേ ആളുകളുണ്ടല്ലോ, P രാമചന്ദ്രൻ PB അംഗമായിട്ടുള്ള, ഇവരൊക്കെ RSSനെ മണപ്പിച്ച് നടന്നിരുന്നു എന്നാണ് വായിച്ചാൽ മനസ്സിലാകുന്നത്. അല്ലാതെ RSS CPMൻ്റെ AKG ഭവനിൽ പോയിട്ട് നിങ്ങൾ കൂടെ വന്നൊന്നും പറഞ്ഞതായിട്ട് ഒന്നുമല്ല പറയുന്നത്. പാർട്ടി പരിപാടി ഉണ്ടല്ലോ, 1951 പാർട്ടി പരിപാടിക്ക് വിരുദ്ധമായി പാർട്ടി ഈ അടിയന്തരാവസ്ഥ കാലത്ത് RSSുമായുള്ള ബന്ധത്തിൽ പെരുമാറി, അങ്ങോട്ട് പോയി ആലിംഗനം ചെയ്യാൻ നടന്നു. ഇതാണ് സുന്ദരയ്യയുടെ ഈ രാജിക്കത്തിൽ പറയുന്നത്. സുന്ദരയ്യ 1985 മരിച്ചത്. എൻ്റെ ഓർമ്മ EMSൻ്റെ മകൻ ശശിയുടെയോ മറ്റോ വിവാഹം നടക്കുന്ന ദിവസമാണ്. ആ വിവാഹത്തിന് നിൽക്കാതെ, അതല്ലെങ്കിൽ സുന്ദരയ്യയുടെ അല്ലെങ്കിൽ വേറെ ഏതോ, സുന്ദരയ്യയുടെ എന്നാണ് ഓർമ്മ, ആ മറ്റേ മരണസ്ഥലത്തേക്ക് രക്ഷാകർത്താവായ EMS പോയതായിട്ടും ഒരു ഓർമ്മ പെട്ടെന്ന് വരുന്നുണ്ട്. ഈ 1985 സുന്ദരയ്യ മരിച്ച് 2 മാസം കഴിഞ്ഞിട്ട് അവരുടെ സൈദ്ധാന്തിക പ്രസിദ്ധീകരണമുണ്ട്, ദ മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അത് 1985 ജൂലൈ ഡിസംബർ ലക്കത്തിൽ ബസോ പുന്നയ്യ ഒരു ലേഖനം എഴുതിയിരുന്നു, ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പോളിസി റിവ്യൂഡ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അവരുടെ പാർട്ടി നയം അവർ പുനരവലോകനം ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം 85 എഴുതുന്നു. 1976 പുനരവലോകനം ചെയ്തിരുന്നു. അത് സുന്ദരയ്യ മരിച്ച ശേഷമാണ് സഖാക്കൾക്ക് മനസ്സിലാകുന്നത്. എത്ര കൊല്ലത്തിന് ശേഷം? 9 കൊല്ലത്തിന് ശേഷം പാർട്ടി നയം
പുനരവലോകനം ചെയ്ത് അംഗീകരിച്ച് 9 വർഷത്തിന് ശേഷമാണ് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അതും സുന്ദരയ്യ മരിച്ച് 2 മാസത്തിന് ശേഷം. സുന്ദരയ്യ നേതൃത്വം വിട്ട ശേഷം അത് പുറത്തു പറഞ്ഞാൽ മതി നമ്മുടെ നയം മാറിയിട്ടുണ്ട് എന്നുള്ളത്. മാത്രമല്ല, ഈ ദ മാർക്സിസ്റ്റ് സുന്ദരയ്യയുടെ ഒരു ചരമക്കുറിപ്പ് അച്ചടിച്ചുമില്ല. നമ്മുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നു, വലിയ സംഭാവനയായിരുന്നു എന്നൊന്നും. ഇങ്ങനത്തെ ഒരു പാർട്ടിയാണതേ. കാരണം അദ്ദേഹം രാജിവെച്ച് പോയല്ലോ, പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യണ്ടെന്നുള്ളതാണ്. സൈദ്ധാന്തിക പ്രതിനിധീകരണത്തിൽ സുന്ദരയ്യ ഒരു കാലത്ത് ആന്ധ്രയിൽ മുഖ്യമന്ത്രിയാകാനായിട്ട് സഞ്ചിയിൽ പുസ്തകമൊക്കെ ഇട്ട് ഡൽഹിയിലെ വാസം മതിയാക്കി അങ്ങോട്ട് പോയ ആളല്ലേ. ജയിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. 1975 ഓഗസ്റ്റ് 22-ന് ഇതിൽ ഈ രാജിക്കത്തിൽ പറയുകയാണ് സുന്ദരയ്യ, 1975 ഓഗസ്റ്റ് 22-ന് PBCC അംഗങ്ങൾക്ക് രാജിയുടെ കാരണങ്ങൾ വിശദീകരിച്ച് ഞാൻ കത്തയച്ചിരുന്നു. CCയിലെ ഭൂരിപക്ഷം സാമ്രാജ്യത്വ അനുകൂല ജനസംഘത്തിനൊപ്പം നിൽക്കുന്നു. കേന്ദ്ര കമ്മിറ്റി ജനസംഘത്തിനൊപ്പം നിൽക്കുന്നു. അതുപോലെ പാരാമിലിറ്ററി ഫാഷിസ്റ്റ് RSSനൊപ്പവും അവർ നിൽക്കുന്നു. RSSൻ്റെ പേരുണ്ട് ഇതിൻ്റെ അകത്ത് രാജിക്കത്തിൽ. RSSൻ്റെ കൂടെ നിൽക്കുന്നു. അടിയന്തരാവസ്ഥയിൽ അവരുടെ കൂടെ പോരാടാം എന്നാണ് ഈ CCയിലെ ഭൂരിപക്ഷം പറയുന്നത്. അത് പാർട്ടിക്ക് അപകടം ചെയ്യും, പാർട്ടി ഒറ്റപ്പെടും. ഇതാണ് രാജിക്കത്തിൽ പറയുന്നത്. അവരുമായി ചേർന്ന് സംയുക്ത നടപടികൾ, സമിതികൾ ഇതൊക്കെ എടുക്കാം എന്നാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. എന്നിട്ട് സുന്ദരയ്യ ചെയ്യുന്നത് ഈ സംയുക്ത ജോയിൻറ്റ് കമ്മിറ്റീസ്, ജനസംഘവും RSSും ഒക്കെ ആയിട്ട് എന്ന് പറയുന്ന ദീർഘമായ ഒരു ഖണ്ഡികയുണ്ട് ഈ രാജിക്കത്തിൽ. അതിൽ നിന്ന് ചുരുക്കം ഞാൻ പറയാം. 1975 സെപ്റ്റംബർ 2-ന് CC പ്രമേയം അടിയന്തരാവസ്ഥയും തുടർന്നുള്ള സാഹചര്യവും, ഇതാണ് പ്രമേയം. 1975 സെപ്റ്റംബർ 2-ന് അത് PB പ്രസിദ്ധീകരിച്ചു. അടിയന്തരാവസ്ഥയും തുടർന്നുള്ള സാഹചര്യവും. ആ പ്രമേയത്തിൽ എന്തു പറഞ്ഞു? താഴെ നിന്ന് ഐക്യമുന്നണി ഉണ്ടാക്കാനായിട്ട് സുവർണാവസരമാണ്. സാധാരണ മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന പാർട്ടി എന്നാണ് ആ പാർട്ടിയെ പറ്റി പറയുക. ഇതിൽ താഴെ നിന്ന് ഐക്യമുന്നണി കെട്ടിപ്പടുക്കാൻ സുവർണാവസരമാണെന്ന് പറഞ്ഞു. എല്ലാ സംഘങ്ങളുമായും നമ്മൾ ചേരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ജനസംഘവുമായും ഐക്യമുന്നണി വേണം. 1975 ഏപ്രിലിലെ കരടിൽ അതായത് ഒരു കരട് പ്രമേയം 1975 ഏപ്രിലിൽ CC പാസ്സാക്കിയതിൽ ഇത് പറഞ്ഞിരുന്നില്ല. അതാണ് സുന്ദരയ്യ ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനൊരു ഐക്യമുന്നണി RSSുമായിട്ട് കെട്ടിപ്പടുക്കുന്ന കാര്യം, ജനസംഘവുമായിട്ട് കെട്ടിപ്പടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നില്ല. അത് വേണ്ടെന്നാണ് ആ തീരുമാനം 2 മാസത്തിനകോ 3 മാസത്തിനകോ മാറ്റിമറിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അടിയന്തരാവസ്ഥ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ RSS ജനസംഘം ബന്ധവും നീണ്ടുപോകും, അത് അപകടമാണ് സുന്ദരയ്യ പറഞ്ഞു. അപ്പോൾ അവർക്ക് താല്പര്യമുണ്ടാകാം, നമ്മളെന്തിനു ഇതിന് നിന്നു കൊടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ടി പരിപാടിയുടെ 109ാമത്തെ ഖണ്ഡികയിൽ ജനസംഘം വർഗീയ കക്ഷിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 1974 സെപ്റ്റംബറിൽ ട്രേഡ് യൂണിയൻ ഐക്യവും BMSും എന്ന പ്രമേയത്തിലും പറഞ്ഞിട്ടുണ്ട് ജനസംഘം പ്രതിലോമ സംഘടന. ഹിന്ദു പുനരുദ്ധാന റിവൈവലിസം ഹിന്ദു എന്ന് പറഞ്ഞിട്ട് തട്ടിക്കൂട്ടിയിട്ടുള്ളൊരു സംഘടനയാണ്. RSSൻ്റെ മേൽക്കോയ്മയാണ് ജനസംഘത്തിലുള്ളത്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സംഘടനയാണത്, മുസ്ലിം വിരുദ്ധവുമാണ് എന്ന് നേരത്തെ പ്രമേയത്തിൽ പാർട്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെ ഇത് മാറുന്നു ഇപ്പോൾ പാർട്ടി നയം? ഇതാണ് രാജിക്കത്തിൽ ചോദിക്കുന്നത്. അതിനാൽ ജനസംഘവുമായി നമ്മൾ സംയുക്ത സമിതിയിൽ ഉണ്ടാക്കരുത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, സകല പാർട്ടികളുമായും ഗ്രൂപ്പുകളുമായും നമ്മൾ ചേരുന്നതാണ്. അതിനോട് എനിക്ക് യോജിപ്പില്ല. ജ്യോതിർമയ് ബാസു, പാർലമെന്റേറിയൻ ജ്യോതിർമയ് ബാസു, CPM നേതാവ്, ജനസംഘവുമായി സംയുക്ത ബ്ലോക്ക് ആയിട്ടിരിക്കാം എന്ന് തന്നെ തീരുമാനിച്ചു. ജനതാ മുന്നണിയുടെ യോഗത്തിൽ നമ്മളുടെ പാർട്ടി തീരുമാനം ഇല്ലാഞ്ഞിട്ടും അദ്ദേഹം പോയി പങ്കെടുത്തു. ജനതാ പാർട്ടിയുടെ യോഗത്തിൽ ഞാനപ്പോൾ ഇത് ചെയ്തത് ശരിയല്ലെന്ന് അദ്ദേഹത്തിന് കമ്പി സന്ദേശം അയച്ചു. സുന്ദരയ്യ പറയുക, അങ്ങനെ പങ്കെടുക്കരുതായിരുന്നു, തെറ്റാണ്, പാർട്ടി നയമല്ല. PB അദ്ദേഹത്തിനെ നിയന്ത്രിച്ചില്ല
ജ്യോതിർമയ് ബസുവിനെ, ജ്യോതി ബസു അല്ല, ജ്യോതിർമയ് ബസു, ബംഗാളിൽ നിന്ന് തന്നെ, പി രാമചന്ദ്രൻ PB അംഗങ്ങൾ, ജ്യോതി ബസു, BT രണദിവേ എന്നിവർ ജയപ്രകാശ് നാരായണൻ്റെ കൂടെ തന്നെ പോകാൻ തയ്യാറായിരുന്നു ആ പ്രസ്ഥാനത്തിൽ. സുന്ദരയെ പറഞ്ഞിരിക്കുക. അപ്പോൾ PBയിലെയും CCയിലെയും ഈ ചേരിയുടെ ആളുകളുടെ പേരും വന്നല്ലോ ഇപ്പോൾ. പി രാമേന്ദ്രൻ, ജ്യോതി ബസു, BT രണദിവേ, ജ്യോതിർമയ് ബാസു, ഇങ്ങനത്തെ ആളുകളൊക്കെ പാർട്ടിയെ വഴിതെറ്റിക്കുകയായിരുന്നു RSSൻ്റെ കൂടെ ചേർന്നിട്ട് അടിയന്തരാവസ്ഥ കാലത്ത്. എന്നിട്ട് സുന്ദരയെ പറയാണ്, കേരളത്തിലെ CC അംഗങ്ങൾ ഇതിനെ എതിർത്തിരുന്നു. ആ കാലത്ത് 2 ജില്ലാ കമ്മിറ്റികളോട് ജനസംഘത്തെ സംയുക്ത സമിതിയിൽ നിന്ന് ഒഴിവാക്കാൻ സംസ്ഥാന ഘടകം നിർദ്ദേശിച്ചു. എന്താ അതിൻ്റെ അർത്ഥം? കേരളത്തിലെ 2 ജില്ലകളിൽ RSSുമായിട്ടും ജനസംഘവുമായിട്ടും CPM കൂട്ടുകൂടിയിരുന്നു. അതാണ് സുന്ദരയെ പറയുന്നത്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നത് ശരി. അതെ, ശരിയാണ്. അത് രണ്ട് ജില്ലകളിൽ നമ്മൾ RSSും ജനസംഘവുമായിട്ട് കൂട്ടുകൂടിയിട്ടുണ്ട്, അത് വേണ്ട എന്ന് സംസ്ഥാന ഘടകം ആ ജില്ലാ കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. സുന്ദരയെ പറയുന്നുണ്ട് കേരളത്തിലെ സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത്. സത്യമാണ്. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് പാലക്കാടും കാസർഗോഡും ആണെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. പാലക്കാടും സ്വാഭാവികമായും ജനസംഘത്തിന് ശക്തിയുള്ളൊരു സ്ഥലം അല്ലേ, RSSനും ശക്തി കേന്ദ്രങ്ങളാണ്. അപ്പോൾ 2 ജില്ലാ കമ്മിറ്റികളോടും ജനസംഘത്തെ ഒഴിവാക്കാനായിട്ട് സംസ്ഥാന ഘടകം നിർദ്ദേശിച്ചിരുന്നു. കേരള സംസ്ഥാന കമ്മിറ്റി ഒരു സർക്കുലർ അയച്ചിരുന്നു. അതിൽ നിരീക്ഷിച്ചതുപോലെ നമ്മൾ ഈ ജനസംഘവുമായിട്ടും RSSുമായിട്ടും ബന്ധപ്പെടുന്നത് ആത്മഹത്യാപരമായിരിക്കും. കേരള ഘടകം എന്ന് പറഞ്ഞിരുന്നു ഇത് ആത്മഹത്യാപരമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ RSS അർദ്ധ ഫാഷിസ്റ്റ് സംഘടനയാണെന്നും കേരള ഘടകം പറഞ്ഞിരുന്നു എന്ന്. ഇതിൽ നിന്ന് സുന്ദരയുടെ രാജിക്കത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന കാര്യങ്ങളുണ്ട്. RSSുമായിട്ടും CPM അങ്ങോട്ട് പോയി. ഇന്നലെ സതീശൻ പറഞ്ഞത് ശരിയാ, പ്രണയാതുരമായിട്ട് CPM RSSൻ്റെ അങ്ങോട്ട് പോയിട്ട് ജനതാ പാർട്ടിയുടെ ചടങ്ങുകളിലൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്കാണ് നിന്ന് ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞു. അല്ലല്ലോ, ഒറ്റയ്ക്കല്ല നിന്നത്. ജ്യോതിർമയ് ബാസു ജനതാ പാർട്ടിയുടെ യോഗത്തിലേക്ക് അങ്ങോട്ട് പോയി ഇരുന്നിട്ടുണ്ട്. കേരളത്തിലെ 2 ജില്ലാ കമ്മിറ്റികൾ ഈ സംയുക്ത സമിതികളിൽ പങ്കെടുത്തിട്ടുമുണ്ട്. അത് ഈ രാജിക്കത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ പിണറായി വിജയൻ്റെ അവകാശവാദങ്ങളെ പൊളിക്കുകയും MV ഗോവിന്ദൻ ആദ്യം പറഞ്ഞത് ശരിവെക്കുകയും ചെയ്യുന്നു സുന്ദരയുടെ രാജിക്കത്ത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.